ഓൺലൈൻ നഴ്സിംഗ് എഡ്യൂക്കേഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫൗണ്ടേഷൻസ് ഓഫ് നഴ്സിംഗിൻ്റെ 12ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെൽ ഐക്കണിൽ നോട്ടിഫിക്കേഷൻ ഫോർ ഓൾ എന്നുള്ളതിൽ പ്രസ് ചെയ്യുക. പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞങ്ങൾ തരുന്നതായിരിക്കും. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. 111ാമത്തെ ചോദ്യം, കളക്ഷൻ ഓഫ് ലിംഫ് ഫ്ലൂയിഡ് ഇൻ ദ പ്ലൂറൽ സ്പേസിസ് ഡാഷ്. ഓപ്ഷൻ എ ഹീമോതൊറാക്സ്, ഓപ്ഷൻ ബി നീമോതൊറാക്സ്, ഓപ്ഷൻ സി കൈലോതൊറാക്സ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബവ്. ഓപ്ഷനുകൾ എന്താണെന്ന് നോക്കാം. നീമോതൊറാക്സ് എന്ന് പറയുന്നത് പ്ലൂറൽ സ്പേസിൽ എയർ എൻ്റർ ചെയ്യുമ്പോഴാണ്. ഹീമോതൊറാക്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ക്യാവിറ്റിയിൽ ബ്ലഡ് അക്യുമുലേറ്റ് ചെയ്യുമ്പോഴാണ്. അത് ഇഞ്ചുറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും റപ്ചറോ കൊണ്ടാകാം ബ്ലഡ് ഊസ് ഔട്ട് ചെയ്യുക. കൈലോതൊറാക്സ് ഓർ കൈൽ ലീക്ക് എന്ന് പറയുന്നത് പ്ലൂറൽ സ്പേസിൽ ലിംഫാറ്റിക് ഫ്ലൂയിഡിൻ്റെ ലീക്ക് ഉണ്ടാകുമ്പോഴാണ്. ആക്ച്വലി അത് മിൽക്കി വൈറ്റ് കളറിലായിരിക്കും കൈൽ ലീക്ക് അല്ലെങ്കിൽ കൈലോതൊറാക്സ് കാണുക. ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി കൈലോതൊറാക്സ് എന്നുള്ളതാണ്. 112ാമത്തെ ചോദ്യം, വാട്ട് ഓൾ ആർ ദ മെഷേഴ്സ് ടു പ്രിവെൻറ്റ് DVT ആൻഡ് ഇറ്റ്സ് കോംപ്ലിക്കേഷൻസ്? ഓപ്ഷൻ എ പേഷ്യൻറ്റ് ഷുഡ് വിയർ ഇലാസ്റ്റിക് കംപ്രഷൻ സ്റ്റോക്കിംഗ്സ്. ഓപ്ഷൻ ബി പേഷ്യൻറ്റ് ഷുഡ് ഒബ്സർവ് സ്പെഷ്യൽ ബോഡി പൊസിഷനിങ് ആൻഡ് പെർഫോം ഇൻഡിക്കേറ്റഡ് എക്സസൈസസ്. ഓപ്ഷൻ സി പേഷ്യൻറ്റ് ഷുഡ് യൂസ് ഇൻ്റർമിറ്റൻറ്റ് ന്യൂമാറ്റിക് കംപ്രഷൻ. ഓപ്ഷൻ ഡി ഓൾ ദി എബവ്. ആദ്യമായിട്ട് DVT എന്താണെന്ന് നോക്കാം. DVT എന്ന് പറയുക ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷനാണ്. ഇവിടെ ബ്ലഡ് ക്ലോട്ട് അല്ലെങ്കിൽ ത്രോംബസ് ഡീപ്പ് വെയിൻസിലുണ്ടാകുന്നു. എസ്പെഷ്യലി ലെഗ്സിലാണ് ഇത് കൂടുതലും കാണപ്പെടുക. ഇതൊരു സീരിയസ് കണ്ടീഷനാണ്. കാരണം ഈ ബ്ലഡ് ക്ലോട്ട്സ് ബ്ലഡ് സ്ട്രീമിലൂടെ പാസ് ചെയ്ത് ലങ്സിൽ പൾമണറി എംബോളിസം അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിൽ ഒക്ലൂഷൻ ഉണ്ടാക്കുന്നു. അതുവഴി പൾമണറി എംബോളിസം ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കോമൺ ആയിട്ടും DVT കാണപ്പെടുന്നത് ആഫ്റ്റർ സർജറിയിൽ അല്ലെങ്കിൽ പ്രീവിയസ് ഹിസ്റ്ററി ഓഫ് DVT ഉള്ള പേഷ്യൻസിൽ, ഫാമിലി ഹിസ്റ്ററി ഓഫ് DVT ഉള്ള പേഷ്യൻസിൽ, ലോങ് ഇമ്മൊബിലൈസേഷൻ, കൂടുതലും ബെഡ് റിഡൻസ് ആയിട്ടുള്ള പേഷ്യൻസിൽ, വീനസ് റിട്ടേൺ, കാലിൻ്റെ വീനസ് റിട്ടേൺ പ്രോപ്പറായിട്ട് നടക്കില്ല. അപ്പം ഈ കണ്ടീഷനിലൊക്കെ നമുക്ക് DVT കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. DVTയുടെ കോമൺ സിംറ്റംസ് എന്ന് പറയുന്നത് ലെഗ് പെയിൻ ആണ്. കാഫ് മസിൽ ക്രാംസ് അല്ലെങ്കിൽ സോർനെസ് ഫീൽ ചെയ്യാം. അഫക്റ്റഡ് ആയിട്ടുള്ള കാലിൽ വോംത്ത് അഫക്റ്റ് ചെയ്യാം. വോംത്ത് പറഞ്ഞാൽ ചെറിയ ടെമ്പറേച്ചർ എലിവേഷൻ ഉണ്ടാകാം. ചില സമയത്ത് നമുക്ക് അങ്ങനെയുള്ള സിംറ്റംസ് കാണുകയില്ല. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് പൾമണറി എംബോളിസം ആണ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് ആണ്, ഡിഫിക്കൽട്ടി ഇൻ ബ്രീതിങ് അല്ലെങ്കിൽ ബ്രീത്ത് എടുക്കാനുള്ള ഡിഫിക്കൽട്ടി. ഡീപ്പ് ബ്രീത്ത് എടുക്കുന്ന സമയത്ത് ആ ഒരു ഡിസ്കംഫർട്ട് വളരെ ബാഡായിട്ട് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ലൈറ്റ് ഹെഡഡ്നെസ്, റാപ്പിഡ് പൾസ്, കഫ് ചെയ്യുമ്പം ബ്ലഡിൻ്റെ പ്രസൻസ് ഉണ്ടാവുക. ഇതെല്ലാം പൾമണറി എംബോളിസം ആസ് എ ലേറ്റ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നതിൻ്റെ ഒരു സൈനായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. DVT നമുക്ക് ഡയഗ്നോസ് ചെയ്യാം അൾട്രാസോണോഗ്രഫി യൂസിങ് വാൻ ലൈക്ക് ഡിവൈസ് കൊണ്ട്, അൾട്രാസോണോഗ്രഫി കൊണ്ട് നമുക്ക് കണ്ടെത്താം. അതിലും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്ലഡ് ടെസ്റ്റാണ്. D-ഡൈമർ ടെസ്റ്റ് എന്ന് നമ്മൾ പറയും. D-ഡൈമർ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ മോളിക്യൂളാണ്. DVTയിൽ അതിൻ്റെ ബ്ലഡിലുള്ള പ്രസൻസിൻ്റെ അളവ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് DVT ഉണ്ടോ എന്ന് അറിയാനായിട്ട് പറ്റും. മൂന്നാമത് യൂസ് ചെയ്യുന്നത് വെനോഗ്രഫിയാണ്. അതൊരു ഇൻവേസീവ് പ്രൊസീജിയറാണ്. നമ്മൾ ബ്ലഡിലേക്ക് ഡൈ കൊടുത്തിട്ട് എക്സ്റേ എടുത്തിട്ട് ആ ഡൈയുടെ ഫ്ലോ നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. പരമാവധി നോൺ ഇൻവേസീവ് ആയിട്ടുള്ള മെഷേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുക. ഫൈനലി CT ആൻഡ് MRI നമുക്ക് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് മെഷർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്ലഡ് ടെസ്റ്റാണ്. ഇനി ട്രീറ്റ്മെൻറ്റ് ആസ്പെക്റ്റിൽ എന്ന് പറയുക ബോഡി തിന്നേഴ്സ് അല്ലെങ്കിൽ ആൻറ്റി കൊയാഗുലൻസ് ലൈക്ക് ഹെപ്പാരിൻ യൂസ് ചെയ്യാം. ചില ത്രോംബോലൈറ്റിക് മെഡിക്കേഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. ഇനി വീനം കാവാസിൽ ഫിൽറ്റർ വെച്ചിട്ട് അതിൻ്റെ ആ ബ്ലഡ് ക്ലോട്ട്സിനെ ഫിൽറ്റർ ചെയ്തെടുക്കാം. അതിലും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കംപ്രഷൻ സ്റ്റോക്കിങ്സ്. കാലിലാണ് നമുക്കിത് കൂടുതലായിട്ടും DVT കാണുക. അതുകൊണ്ട് നമുക്ക് കംപ്രഷൻ സ്റ്റോക്കിങ്സ് നമുക്ക് ധരിക്കുന്ന വഴി വീനസ് കഞ്ചഷൻ നമുക്ക് ഒഴിവാക്കാം. ദെൻ ചില പൊസിഷൻസ് എസ്പെഷ്യലി കാല് എലിവേറ്റ് ചെയ്ത് വയ്ക്കുക. പാസീവ് ആൻഡ് ആക്റ്റീവ് എക്സസൈസുകൾ സ്പെസിഫിക് ആയിട്ടുള്ളത് നമുക്ക് കൊടുക്കുക. പിന്നെ ഇതുപോലെ തന്നെ ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസിൽ ന്യൂമാറ്റിക് കംപ്രഷൻ ഡിവൈസ്, അതൊരു മെഡിക്കൽ ഡിവൈസാണ്. വീനസ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലൊരു സ്പെസിഫിക് പ്രഷറിൽ
എയർ കംപ്രസ് ചെയ്യുന്നു, റിലീവ് ചെയ്യുന്നു, അതുവഴി മസിൽ കോൺട്രാക്ഷൻ റിലാക്സേഷൻ നടക്കുന്നു. അങ്ങനെ വീനസ് കഞ്ചഷൻ അതുവഴി നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇതെല്ലാമാണ് ഡി വി ടിക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് മെഷേഴ്സ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം എങ്ങനെയാണ് നമുക്ക് ഡി വി ടി പ്രിവെൻറ്റ് ചെയ്യാനും ഡി വി ടിയും അതിൻ്റെ കോംപ്ലിക്കേഷൻസും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഓപ്ഷനുകളും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇലാസ്റ്റിക് കംപ്രഷൻ സ്റ്റോക്കിങ്സ് ധരിക്കാം, അല്ലെങ്കിൽ ബോഡി പൊസിഷനിങ് നോക്കാം, ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ചില എക്സസൈസുകൾ പെർഫോം ചെയ്യാം, അതുപോലെ തന്നെ ന്യൂമാറ്റിക് കംപ്രഷൻസ് ഇൻ്റർമീഡിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഇതെല്ലാം നമ്മളിവിടെ ട്രീറ്റ്മെൻറ്റ് ആസ്പെക്റ്റിൽ നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓൾ ദി എബവ് എന്നുള്ളതാണ്. 113ാമത്തെ ചോദ്യം, പെയിൻ ഇൻ ദ കാഫ് with dorsiflexion of foot is known as dash. Option A, Hohmann's sign. Option B, Torsi sign. Option C, Chopstick sign. Option D, Kernick sign. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡോർസിഫ്ലെക്ഷൻ ഓഫ് ദ ഫൂട്ട് ചെയ്യുമ്പം കാഫിൽ പെയിൻ ഉണ്ടാവുന്നത് ഏത് സൈനാണ് എന്നുള്ളതാണ്. കെർണിക് സൈൻ എന്ന് പറയുന്നത് തൈസ് ഹിപ്പ് ലെവലിൽ ഫ്ലെക്സ് ചെയ്തുകൊണ്ട് നീ 90 ഡിഗ്രി ആംഗിളിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ പേഷ്യൻറ്റിന് നീ എക്സ്റ്റൻഷൻ ചെയ്യാൻ സാധിക്കാതെ വരുന്നു. അതായത് പേഷ്യൻറ്റിന് കാല് ഫർദർ മൂവ് ചെയ്യാൻ സാധിക്കാതെ പെയിൻ എക്സ്പീരിയൻസ് ചെയ്യുന്നു. അല്ലെങ്കിൽ പേഷ്യൻറ്റ് മൂവ് ചെയ്യാതിരിക്കാൻ ഓപ്പോസിറ്റായിട്ട് നമുക്കൊരു റെസിസ്റ്റൻസ് എക്സാമിനർക്ക് കൊടുക്കുമ്പോൾ അതിനെ നമ്മൾ പോസിറ്റീവ് കെർണിക് സൈൻ എന്ന് പറയുന്നു. അങ്ങനെ ഒരു പോസിറ്റീവ് ആകുന്ന സാഹചര്യം സബ്അരക്നോയിഡ് ഹെമറേജ് ഉള്ള പേഷ്യൻസിലോ മെനിഞ്ചൈറ്റിസ് ഉള്ള പേഷ്യൻറ്റിലോ ആയിരിക്കും. സാധാരണയുള്ള ഇൻഡിവിജ്വലുകളിൽ അത്തരത്തിലുള്ള റെസിസ്റ്റൻസോ പെയിനോ ഉണ്ടാവാറില്ല. ചോപ്സ്റ്റിക് സൈൻ എന്ന് പറയുന്നത് ഹൈപ്പോ കാൽസീമിയ, ഹൈപ്പോ മഗ്നീസീമിയ, മെറ്റബോളിക് ആൽക്കലോസിസ് ഒക്കെ എന്ന് പറയുന്ന കണ്ടീഷനുകളുടെ ഒരു സൈനായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. ഫേഷ്യൽ മസിൽസിൻ്റെ ചില സ്പെസിഫിക് ഏരിയയിൽ നമ്മൾ പതുക്കെ ടാപ്പ് ചെയ്യുമ്പോൾ ആ ഫേഷ്യൽ മസിൽസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, അല്ലെങ്കിൽ ട്വിച്ചിങ്, ഒരു ചുരുണ്ട് കൂടുന്ന പോലെ, അല്ലെങ്കിൽ മുഖം വല്ലാത്ത പോലെ വികൃതമായിട്ട് കാണുന്ന പോലെ ആ മസിൽസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, അതിനെയാണ് പോസിറ്റീവ് ചോപ്സ്റ്റിക് സൈൻ എന്ന് പറയുന്നത്. ട്രോസിയ സൈൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ട്രോസിയ സൈൻ എന്ന് പറയുന്നത് ഒരു പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് പ്രഷർ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷറിനേക്കാളും കൂടുതൽ ഉയർത്തുകയും അത് 3 മിനിറ്റ് നേരം നമ്മൾ ഹോൾഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ പേഷ്യൻറ്റിൻ്റെ ഹാൻഡ്സിൽ പെയിൻഫുൾ ക്രാംസ് ഉണ്ടാകുന്നു. ആ ക്രാംസിനെ നമ്മൾ പറയുക കാർപ്പോ പീഡൽ സ്പാസം എന്നുള്ളതാണ്. ഇത് ഹൈപ്പോ കാൽസീമിയ അല്ലെങ്കിൽ ടെറ്റനസ് ഇൻഫെക്ഷൻ പോലുള്ള കണ്ടീഷനിൽ നമുക്ക് കാണുന്നു. ഹോമാൻ സൈൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു എക്സാമിനർ ഒരു പേഷ്യൻറ്റിനോട് മുകളിലേക്ക് പാദം മാക്സിമം ഉയർത്താൻ ആവശ്യപ്പെടുമ്പോൾ ആ പേഷ്യൻറ്റിന് കാഫ് മസിൽസിൽ പെയിൻ അനുഭവപ്പെടുന്നതിനെയാണ് നമ്മൾ പോസിറ്റീവ് ഹോമാൻ സൈൻ എന്ന് പറയുന്നത്. ഇത് നോർമലായിട്ടുള്ള വ്യക്തികളിൽ ഒരിക്കലും പെയിൻ അനുഭവപ്പെടില്ല. കാരണം മാക്സിമം നമ്മൾ വലിച്ചു പിടിക്കുമ്പോൾ അവിടെ ഒരു കാഫ് മസിൽ ടൈറ്റ്നസ് മാത്രമേ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. കാഫ് മസിൽസിൽ ഒരു തരത്തിലും നമുക്ക് പെയിൻ അനുഭവപ്പെടില്ല. എന്നാൽ ത്രോംബോസിസ് ഉള്ള പേഷ്യൻ്റ്, എസ്പെഷ്യലി ഡി വി ടി ഒക്കെ ഉള്ള പേഷ്യൻസിൽ അവിടെ വീനസ് കഞ്ചഷനും ത്രോംബോസിസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഹോമാൻ സൈൻ പോസിറ്റീവായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ്, ഡോർസിഫ്ലെക്ഷൻ ഓഫ് ദ ഫുട്ട്, അതായത് മുകളിലേക്ക് പാദം വലിച്ചു പിടിക്കുന്നതിനെയാണ് നമ്മൾ ഡോർസിഫ്ലെക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഫുട്ട് ഡോർസിഫ്ലെക്ഷനിലേക്ക് നമ്മൾ പിടിക്കുന്ന സമയത്ത് പെയിൻ അനുഭവപ്പെടുന്നത് എന്താണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അവിടെ ഓപ്ഷൻ എ ഹോമാൻ സൈൻ എന്നുള്ളതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം. 114ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. കോൾഡ് കാലറി ടെസ്റ്റ് യൂസ്ഡ് ടു ചെക്ക് ദ ഫങ്ഷനിങ് ഓഫ് ഡാഷ്. ഓപ്ഷൻ എ ഹാർട്ട്, ഓപ്ഷൻ ബി ഹൈപ്പോതലാമസ്, ഓപ്ഷൻ സി ബ്രെയിൻ സ്റ്റെം, ഓപ്ഷൻ ഡി പോൺസ്. കോൾഡ് കാലറി ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ബ്രെയിൻ സ്റ്റെമ്മിൻ്റെ ഡാമേജ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി നടത്തുന്ന ഒരു ടെസ്റ്റാണ്. ഇത് അക്കോസ്റ്റിക് നെർവ്, അതായത് 8th ക്രേനിയൽ നെർവിൽ ഡാമേജ് ഉണ്ടോ എന്നും കൂടി നമുക്ക് അറിയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അക്കോസ്റ്റിക് നെർവാണ് ഹിയറിങ്ങും ബാലൻസും ഹെഡ് പൊസിഷനും ഡിറ്റർമൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട നെർവ്. ഈ കോൾഡ് കാലറി ടെസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഇയർ കനാലിൽ നമ്മൾ ചെക്ക് ചെയ്യണം. ഇയർ ഡ്രം ക്ലിയർ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം ഓരോ ചെവിയിലും നമ്മൾ സ്മോൾ എമൗണ്ട് ഓഫ് എയറോ അല്ലെങ്കിൽ വാട്ടറോ ഇന്നർ കനാലിലേക്ക് നമ്മൾ പാസ് ചെയ്ത് കൊടുത്തിട്ട് ആ ഇൻവോളണ്ടറി റാപ്പിഡ് സൈഡ് ബൈ സൈഡ് ഐ മൂവ്മെൻറ്റ്സ് ഉണ്ടാവുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. അതിനുശേഷം വാട്ടർ ഡ്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പതുക്കെ എക്സിറ്റ് ചെയ്ത് കളയും.
അടുത്ത ചെവിയിൽ നമ്മൾ ഇതുപോലെ തന്നെ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നൊരു ടെസ്റ്റാണ് കോൾഡ് കാലറി ടെസ്റ്റ്. അപ്പോൾ ഓർക്കുക, കോൾഡ് കാലറി ടെസ്റ്റ് എന്ന് പറയുന്നത് ബ്രെയിൻ സ്റ്റെമ്മിന് ഡാമേജ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു ടെസ്റ്റാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം കാലറി ടെസ്റ്റ് ചെക്ക് ചെയ്യുന്നത് എന്തിൻ്റെ ഫങ്ഷനിങ് ആണ് എന്നുള്ളതാണ്. ഹാർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. കാലറി എന്നുള്ള വാക്കുള്ളതുകൊണ്ട് ഹൈപ്പോതലാമസ് അല്ല, പോൺസ് അല്ല, ബ്രെയിൻ സ്റ്റെമ്മാണ് മെയിൻ ശരിയായ ഉത്തരം. 115ാമത്തെ ചോദ്യം, കണ്ടീഷൻ ദാറ്റ് ഇൻക്രീസസ് വൾണറബിലിറ്റി ടു എ ഡിസീസ് ഈസ് നോൺ ആസ് ഡാഷ്. ഓപ്ഷൻ എ ഇറ്റിയോളജി, ഓപ്ഷൻ ബി പാത്തോഫിസിയോളജി, ഓപ്ഷൻ സി റിസ്ക് ഫാക്ടേഴ്സ്, ഓപ്ഷൻ ഡി പ്രീ ഡിസ്പോസിങ് ഫാക്ടേഴ്സ്. ഓരോ ഓപ്ഷൻസും എന്താണെന്ന് നോക്കാം. ഇറ്റിയോളജി എന്ന് പറയുന്ന മെഡിക്കൽ ടേം നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഡിസീസ് കണ്ടീഷൻസിൻ്റെ കോസ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് കോസസിനെയാണ് നമ്മൾ ഇറ്റിയോളജി എന്ന് നമ്മൾ പറയുക. കോസ് എന്ന് വെച്ചാൽ കാരണം, ഒരു ഡിസീസ് ഉണ്ടാവാനുള്ള കാരണം. എക്സാമ്പിൾ ബാക്ടീരിയൽ അല്ലെങ്കിൽ വൈറസ്, അല്ലെങ്കിൽ പുവർ ഇൻടേക്ക് ഓഫ് ഫുഡ് ലീഡ്സ് ടു സം ഡെഫിഷ്യൻസീസ്. ഇതെല്ലാം അതിൻ്റെ ഇറ്റിയോളജിക്കൽ ഫാക്ടേഴ്സാണ് ഒരു ഡിസീസ് അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ട്. പാത്തോഫിസിയോളജി എന്ന് പറയുന്ന ടെർമിനോളജി നമ്മൾ യൂസ് ചെയ്യുന്നത് നോർമൽ ഫിസിയോളജിക്കൽ പ്രോസസ്സിൽ നിന്നും ഒരു ഡിസീസ് ഉണ്ടാവാനുണ്ടായ ആ ഒരു ഡീവിയേഷൻ എന്താണ്. മൂന്നാമത്തെ ഓപ്ഷൻ റിസ്ക് ഫാക്ടേഴ്സ് എന്നുള്ളതാണ്. റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഒരു ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഒരു ഡിസീസോ ഉണ്ടാകാൻ അല്ലെങ്കിൽ അതിനുണ്ടാകാനുള്ള റിസ്ക് സാധ്യതകളെ കൂട്ടുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്. എക്സാമ്പിൾ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് എ റിസ്ക് ഫാക്ടർ ഫോർ ലങ് ക്യാൻസർ. ലങ് ക്യാൻസർ ഉണ്ടാവാനുള്ള ഒരു റിസ്ക് ഫാക്ടറാണ് സിഗരറ്റ് സ്മോക്കിംഗ്. എന്താണ് പ്രീഡിസ്പോസിങ് ഫാക്ടർ? ഒരു ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ ഒരു അനാറ്റമിക്കൽ സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഒരു പാത്തോളജിക്കൽ കണ്ടീഷൻ, അതല്ലെങ്കിൽ ഒരു സോഷ്യോ എക്കണോമിക്കൽ സിറ്റുവേഷൻ ആകാം. അത് പേഷ്യൻറ്റിന് ഒരു ഇൽനെസ് അല്ലെങ്കിൽ ഒരു ഡിസീസ് ഉണ്ടാവാനുള്ള സാധ്യതകളെ കൂട്ടുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിസിയോളജിക്കൽ അനാറ്റമിക്കൽ സ്റ്റേറ്റിൻ്റെ എക്സാമ്പിൾ ഒരു ജനറ്റിക് പ്രീഡിസ്പോസിഷൻ ആകാം, അല്ലെങ്കിൽ ഏജ് ഒരു ഫാക്ടറാണ്. അതുപോലെ തന്നെ ഫിസിക്കൽ കണ്ടീഷൻസ് ലൈക്ക് ഷോർട്ട് സ്ട്രക്ചർ, ഉയരം കുറവ്. ദെൻ പത്തോളജിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പ്രസൻസ് ഓഫ് ഡിസീസ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻസ്, HIV ലൈക്ക് ഇൻഫെക്ഷൻസ്. ദെൻ ലോ സോഷ്യോ എക്കണോമിക് ആയതുകൊണ്ട് അവർക്ക് ജീവിത സാഹചര്യങ്ങൾ വളരെ പരിമിതമാകുക, അതുകൊണ്ട് അവർ ട്യൂബർക്ലോസിസ് പോലുള്ള ഡിസീസിന് റിസ്ക് വളരെ കൂടുതലായിട്ട് വരുന്നു. അങ്ങനെയുള്ള ഫാക്ടേഴ്സ്, ഏതെല്ലാം ഫാക്ടേഴ്സാണോ ആ തരത്തിൽ ഒരു പേഷ്യൻറ്റിന് ഒരു ഡിസീസ് ഉണ്ടാവാൻ സാധ്യതകൾ കൂട്ടുന്നത്, അതിനെ നമ്മൾ പ്രീ ഡിസ്പോസിങ് ഫാക്ടേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്നു. അപ്പം ഓപ്ഷനുകൾ ഇതെല്ലാമാണ്. നമുക്ക് എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? എ കണ്ടീഷൻ ദാറ്റ് ഇൻക്രീസസ് വൾണറബിലിറ്റി ടു എ ഡിസീസ്. ഒരു ഡിസീസ് ഉണ്ടാവാനുള്ള സാധ്യതകളെ കൂട്ടുന്നത് എന്താണ് എന്നുള്ളതാണ്. അത് റിസ്ക് ഫാക്ടേഴ്സ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം, ഓപ്ഷൻ സി. 116ാമത്തെ ചോദ്യം, ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ദാറ്റ് സംസ് അപ്പ് ഓർ കോൺസ്റ്റിറ്റ്യൂട്ട് എ ഡിസീസ് ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ, ഓപ്ഷൻ ബി സൈൻ, ഓപ്ഷൻ സി സിംറ്റം ആൻഡ് ഓപ്ഷൻ ഡി സിൻഡ്രം. എന്താണ് ഓപ്ഷൻസ്? ഓപ്ഷൻ നമ്പർ 1 ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ. ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു സൈനോ സിംറ്റമോ ആകാം. സൈൻ എന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റീവ് എവിഡൻസ് ഓഫ് ഡിസീസാണ്. ഒബ്ജക്റ്റീവ് മീൻസ് ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിന് ഒബ്സർവ് ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്യാനും സാധിക്കുന്നതാണ് സൈൻ. എക്സാമ്പിൾ ബ്ലഡ് ഫ്രം നോസ്റ്റിൽ, മൂക്കിൽ നിന്നും രക്തം വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു വൂണ്ട് അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി ഉണ്ടായത് കാണാൻ പറ്റും. ഒരു സ്കിൻ റാഷ്, സ്കിന്നിലുണ്ടാകുന്ന ഒരു തടിപ്പ് അല്ലെങ്കിൽ ഒരു കളർ ചേഞ്ച്, ഇതെല്ലാം നമുക്ക് ഒബ്ജക്റ്റീവായിട്ട് കാണാൻ പറ്റും. ഫീവർ, പനി, നമുക്ക് തെർമോമീറ്റർ യൂസ് ചെയ്ത് അറിയാം, ടച്ച് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും. ഇങ്ങനെ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിന് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള എല്ലാ എവിഡൻസുകളും നമ്മൾ സൈൻ എന്നുള്ള വാക്കുകൊണ്ടാണ് അർത്ഥമാക്കുക. സിംറ്റം എന്നുള്ള വാക്ക് പറയുന്നത് ഒരു സബ്ജക്റ്റീവ് എവിഡൻസ് ആണ്. സബ്ജക്റ്റീവ് എന്നുള്ള വാക്ക് മീൻസ് ഒരു പേഷ്യൻറ്റിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് സ്വയം അനുഭവിച്ചറിയാവുന്നതും എന്നാൽ മറ്റുള്ള ആളുകൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്താൽ, നമ്മൾ പറഞ്ഞു കൊടുത്താൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അതിനെയാണ് നമ്മൾ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് എന്ന് നമ്മൾ പറയുന്നത്. സോ സിംറ്റം ഈസ് എ സബ്ജക്റ്റീവ് എവിഡൻസ് ഓഫ് ഡിസീസ്. ഒരു ഡിസീസിൻ്റെ സബ്ജക്റ്റീവ് എവിഡൻസിനെയാണ് സിംറ്റം എന്ന് നമ്മൾ പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ക്ഷീണം മറ്റൊരാൾക്ക് നമ്മൾ പറയുകയാണ് എനിക്ക് നല്ല ക്ഷീണമുണ്ട്, അത് മറ്റുള്ള ആൾക്ക് മെഷർ ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ പെയിൻ, വേദന,
എങ്ങനെയാണ് നമുക്കറിയാം, നമ്മൾ ന്യൂമറിക്കൽ സ്കെയിൽ 1 മുതൽ 10 വരെയുള്ള ന്യൂമറിക്കൽ സ്കെയിൽ കൊടുക്കും. ആ സ്കെയിലിൽ അവരോട് മാർക്ക് ചെയ്യാൻ പറയും. പെയിൻ അത് നമുക്ക് മെഷർ ചെയ്യാൻ അവർ തന്നെ പറഞ്ഞാലേ അറിയുള്ളൂ. ആങ്സൈറ്റി, എന്താ പറയുക, ഉത്കണ്ഠ, ഇതൊക്കെ ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ സബ്ജക്റ്റീവാണ്. ആ വ്യക്തിക്ക് മാത്രമാണ് അതിൻ്റെ ആഴം നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഹെൽത്ത് കെയർ എവിഡൻസുകളെയാണ് നമ്മൾ സിംറ്റം എന്നുള്ള വാക്കുകൊണ്ട് പറയുന്നത്. ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പം സൈനോ ആകാം അല്ലെങ്കിൽ സിംറ്റം ആകാം, വിച്ച് ഈസ് കൺസിഡർ ആസ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് എ ടിപ്പിക്കൽ ഡിസീസ്. ഒരു ഡിസീസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സൈൻസ് ആൻഡ് സിംറ്റംസിനെയാണ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുക. എന്നാൽ സിൻഡ്രം എന്നുള്ള വാക്കെന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ്, ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ആണ്. ഒരു കണ്ടീഷനിൽ ഒരു പ്രത്യേക രീതിയിൽ ഒരുമിച്ച് കാണുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസിനെയാണ് നമ്മൾ സിൻഡ്രം എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. എക്സാമ്പിൾ നെഫ്രോട്ടിക് സിൻഡ്രം. ദെൻ അനദർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ COPD, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസിൽ എംഫിസീമ, ബ്രോങ്കൈറ്റിസ് പോലുള്ള സിറ്റുവേഷൻസ്. അതിൽ വീസിങ് അവർക്ക്, ദെൻ ഷോർട്ട്നെസ് ഓഫ് ബ്രീതിങ് നന്നായിട്ട് എടുക്കാൻ സാധിക്കുന്നില്ല, വലിച്ചിലുണ്ടാവുന്നു, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഒരു ഗ്രൂപ്പായിട്ടാണ് കാണുന്നത്. സിൻഡ്രത്തിൽ ഒന്നിലധികം ഏരിയകളെ യൂഷ്വലി അഫക്റ്റഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസിനെയാണ് നമ്മൾ സിൻഡ്രം എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ്, വാക്ക് നോക്കുക. ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ദാറ്റ് സംസ് മീൻസ് ഓൾ ടുഗദർ, സംസ് അപ്പ് ഓർ കോൺസ്റ്റിറ്റ്യൂട്ട് എ ഡിസീസ്. ഒരു ഡിസീസിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിലെ ആകത്തുകയാക്കി കാണിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് എന്തെല്ലാമാണ്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ ഡി സിൻഡ്രം എന്നുള്ളതാണ്. 117ാമത്തെ ചോദ്യം, ടൈപ്പ് ഓഫ് ഇൽനസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഷോർട്ട് ഡ്യൂറേഷൻ ഈസ്. ഓപ്ഷൻ എ അക്യൂട്ട് ഇൽനസ്, ഓപ്ഷൻ ബി ക്രോണിക് ഇൽനസ്, ഓപ്ഷൻ സി മേജർ ഇൽനസ്, ഓപ്ഷൻ ഡി മൈനർ ഇൽനസ്. ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് 2 കാര്യങ്ങളാണ്, അക്യൂട്ട് ഇൽനസ്സും ക്രോണിക് ഇൽനസ്സും. അക്യൂട്ട് ഇൽനസ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു മെഡിക്കൽ കണ്ടീഷൻ ആകാം, അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി ആകാം. അതൊരു റാപ്പിഡ് ഓൺസെറ്റ് ഉള്ളതായിരിക്കും, അല്ലെങ്കിൽ റാപ്പിഡ് നേച്ചർ ആയിരിക്കും. പെട്ടെന്നുണ്ടാകുന്ന ഒരു മെഡിക്കൽ കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി. യൂഷ്വലി അത് ഒരു ഷോർട്ട് ഡ്യൂറേഷനിലായിരിക്കും, അതിൻ്റെ പ്രോഗ്രസ് പെട്ടെന്നായിരിക്കാം. അതൊരു അർജൻറ്റ് കെയർ ആവശ്യമുള്ളതായിരിക്കും. ഒരു ഫ്ലൂ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ആക്സിഡൻറ്റ്. അപ്പോൾ അതെല്ലാം ഒരു അക്യൂട്ട് സിറ്റുവേഷനാണ്. ഒരു അൺകോൺഷ്യസ്നെസ്, ഇതെല്ലാം ഒരു അക്യൂട്ട് സ്റ്റേറ്റ് ഓഫ് ഇൽനെസ് ആണ് അർത്ഥമാക്കുന്നത്. എന്നാൽ ക്രോണിക് കണ്ടീഷൻസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ക്രോണിക് ഇൽനെസ് നമ്മൾ പറയുന്നത് മെഡിക്കൽ കണ്ടീഷൻ ദാറ്റ് ആർ ലോങ് ലാസ്റ്റിംഗ്, കുറച്ചേറെ നാൾ, ദീർഘനാൾ നീണ്ടു നിൽക്കുന്നതും ആയിട്ടുള്ള ഒരു മെഡിക്കൽ കണ്ടീഷൻസ്. യൂഷ്വലി അത് പഴക്കം കൂടുന്തോറും അതിൻ്റെ കണ്ടീഷൻസ് വളരെ മോശമായിക്കൊണ്ടിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള മെഡിക്കൽ കണ്ടീഷനുകളെയാണ് നമ്മൾ ക്രോണിക് ഇൽനെസ് എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ വിളിക്കുക. എക്സാമ്പിൾ ആസ്മ, COPD, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്, ഡയബറ്റിസ്. ആസ് ഇറ്റ് ഗോസ് ഇറ്റ് ബിക്കംസ് മോർ വേഴ്സ്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ അക്യൂട്ട് ഇൽനസ്. 118ാമത്തെ ചോദ്യം, വിച്ച് ഫുഡ് ഐറ്റം ഹാസ് ദ ഹയസ്റ്റ് കാലറി? ഓപ്ഷൻ എ കാർബോഹൈഡ്രേറ്റ്, ഓപ്ഷൻ ബി പ്രോട്ടീൻ, ഓപ്ഷൻ സി ഫാറ്റ്, ഓപ്ഷൻ ഡി വൈറ്റമിൻ. ഫാറ്റ് എന്നുള്ളതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം, ഓപ്ഷൻ സി. കാരണം ഫാറ്റ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീനേക്കാളും ഏകദേശം ഇരട്ടിയോളം എനർജി അല്ലെങ്കിൽ കാലറീസ് അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. നമുക്കൊരു അപ്രോക്സിമേറ്റ് കണക്കെടുക്കുകയാണെങ്കിൽ 1 ഗ്രാം ഫാറ്റിൽ ഏകദേശം 9 കാലറീസ് ആണുള്ളത്. എന്നാൽ കാർബോഹൈഡ്രേറ്റിലും പ്രോട്ടീനിലൊക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 4 കാലറിയാണുള്ളത്. അതുകൊണ്ട് ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഫാറ്റ് എന്നുള്ളതാണ്. 119ാമത്തെ ചോദ്യം, ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ഇൻക്രീസ്ഡ് ICP ഇൻക്ലൂഡ്സ്. ഓപ്ഷൻ എ വോമിറ്റിംഗ്, ഓപ്ഷൻ ബി ഹെഡേക്ക്, ഓപ്ഷൻ സി ബ്ലറിംഗ് ഓഫ് വിഷൻ, ഓപ്ഷൻ ഡി ഓൾ ദി എബോവ്. ICP എന്ന് പറയുന്നത് ഇൻട്രാക്രേനിയൽ പ്രഷറാണ്. ബ്രെയിനിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ആ ഒരു ക്രേനിയം, ആ സ്കൾ എന്ന് പറഞ്ഞാൽ ഫുൾ ക്രേനിയത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു പ്രഷറാണ്. പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. അതൊരു ട്യൂമർ അല്ലെങ്കിൽ ഒരു മാസ് കൊണ്ടാകാം, അല്ലെങ്കിൽ പ്രഷർ വേരിയേഷൻസ് കൊണ്ടാവാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ICP ഇൻക്രീസ് ചെയ്യാം.
ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഓപ്ഷനുകളും അതിൻ്റെ ഒരു സയൻസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഇത് കൂടാതെ ബിഹേവിയറൽ ചേഞ്ചസ് അല്ലെങ്കിൽ വീക്ക്നെസ്, നംനെസ്, ഐ മൂവ്മെൻറ്റ്സിലുണ്ടാകുന്ന ഡിഫിക്കൽട്ടീസ്, ഡബിൾ വിഷൻസ്, സംടൈംസ് സീഷർ ഉണ്ടാകാം, ഡ്രൗസിനെസ് ഉണ്ടാവാം, നോർമൽ ഫങ്ഷനിങ്ങിലൊക്കെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാകാം, അല്ലെങ്കിൽ സ്ലീപ്പിലൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടാവാം. ഇതെല്ലാം ഇൻട്രാക്രേനിയൽ പ്രഷർ ഇൻക്രീസ് ചെയ്താൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ആണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഈ ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ ഓപ്ഷനുകളും അതായത് ഓപ്ഷൻ എ വോമിറ്റിംഗ്, ഓപ്ഷൻ ബി ഹെഡേക്ക്, ഓപ്ഷൻ സി ബ്ലറിംഗ് ഓഫ് വിഷൻ, ഇതെല്ലാം ICPയുടെ സയൻസ് ആയിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ഓൾ ദി അബവ് എന്നുള്ളതാണ് ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം. 20ാമത്തെ ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഹെൽത്ത് എഡ്യൂക്കേഷൻ റിഗാർഡിംഗ് ഹൗ ടു സെൽഫ് മോണിറ്റർ ദ ബ്ലഡ് ഗ്ലൂക്കോസ് fall under which level of prevention? Option A, primordial prevention. Option B, primary prevention. Option C, secondary prevention. And option D, tertiary prevention. ഓപ്ഷനുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറയുന്നത് അവോയ്ഡിങ് അല്ലെങ്കിൽ പ്രിവെൻറ്റിംഗ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് റിസ്ക് ഫാക്ടേഴ്സ്. ഒരു ഇൽനെസ്സിനുള്ള പോസിബിലിറ്റി ഉണ്ടാവാതെ അതിനെ ഒഴിവാക്കുന്നതിനെയാണ് നമ്മൾ പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറയുന്നത്. അതായത് അവിടെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ബോഡി ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. ഏജ് വർദ്ധിക്കുന്നതനുസരിച്ച് നമുക്കറിയാം ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉണ്ടാകാം, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതൊക്കെ മനസ്സിലാക്കി നമ്മൾ ആദ്യം മുതലേ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നന്നായി നോക്കുന്നു, എക്സസൈസ് ചെയ്യുന്നു. ഇതെല്ലാം പ്രൈമോഡിയൽ പ്രിവെൻഷൻ്റെ ഭാഗമാണ്. അത് പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ആണ്. അവിടെ ഇൽനെസ്സിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, അതിനുള്ള റിസ്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നു. അതാണ് പ്രൈമോഡിയൽ പ്രിവെൻഷൻ. എന്നാൽ പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുന്നത് മോഡിഫിക്കേഷൻ ഓഫ് റിസ്ക് ഫാക്ടേഴ്സ് ടു എലിമിനേറ്റ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഡിസീസ് ഉണ്ടാവാനുള്ള റിസ്ക് ഫാക്ടേഴ്സിനെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഒഴിവാക്കുന്നു. ഒരു വ്യക്തി മനസ്സിലാക്കുന്നു അയാളുടെ ബോഡി മാസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, നോർമൽ BMIനേക്കാളും ഇൻക്രീസ്ഡ് ആണ്, അദ്ദേഹം ഒരു ഒബേസിറ്റിക്ക് റിസ്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ആ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി അയാൾ പരിശ്രമിക്കുകയും ചെയ്യും. അവിടെ ഇൽനെസ് ഉണ്ടായിട്ടില്ല, പക്ഷേ അയാൾ ആ ഒരു റിസ്കിനെ മനസ്സിലാക്കി അതിൽ ഫോക്കസ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി, അതിനെയാണ് നമ്മൾ പ്രൈമറി പ്രിവെൻഷൻ എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഏർലി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ ഇൽനെസ് ആൻഡ് ട്രീറ്റിംഗ് ഇറ്റ് പ്രോംപ്റ്റ്ലി. എത്രയും വേഗം തന്നെ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള തുടർ നടപടികൾ സ്വീകരിക്കുന്നു. അങ്ങനെ നമ്മളുടെ ഹെൽത്ത് നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 30 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ സ്ക്രീനിങ് നടത്തുന്നു, ബ്ലഡ് ഗ്ലൂക്കോസ് മോണിറ്ററിങ് നടത്തുന്നു, കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്നു. അങ്ങനെ നമ്മളുടെ സ്ക്രീനിങ് പാരാമീറ്റേഴ്സ് അനുസരിച്ച് നമ്മളുടെ ബ്ലഡ് വാല്യൂസ് തരുന്നതനുസരിച്ച് ലൈഫ് സ്റ്റൈലിൽ മോഡിഫിക്കേഷൻസ് വരുത്തുന്നു, ഡയറ്റിൽ മോഡിഫിക്കേഷൻസ് വരുത്തുന്നു. അങ്ങനെ ഡിസീസ് കണ്ടീഷന് ഒരു പ്രീ സ്റ്റേറ്റിൽ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് വേണ്ട നടപടികൾ സ്വീകരിച്ച് ഹെൽത്തിനെ ഇൽനെസ് ഇല്ലാത്ത തരത്തിൽ അല്ലെങ്കിൽ ആദ്യമേ കണ്ടെത്തിയ സയൻസിനെ വേണ്ട പോലെ കൈകാര്യം ചെയ്ത് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് ഹെൽത്തി ആയിട്ട് പോവുക. അതാണ് സെക്കൻഡറി പ്രിവെൻഷൻ. ടെർഷറി പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് റിഡ്യൂസിങ് കോംപ്ലിക്കേഷൻസ് റിഡ്യൂസ് ചെയ്യുക. അതുവഴി നമ്മൾക്ക് ഡിസബിലിറ്റി, നമ്മൾക്കുണ്ടാകുന്ന കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാനുണ്ടാകുന്ന പരിമിതികളെ ലിമിറ്റ് ചെയ്യുക, ഡിസബിലിറ്റി ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ടെർഷറി പ്രിവെൻഷനിൽ നമ്മൾ നോക്കുക. ഒന്നുകിൽ നമ്മൾ ഡിസീസസ് പ്രോഗ്രസ് ചെയ്യുന്നതിനെ റെഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ വേറെ പുതിയ കോംപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാതിരിക്കാൻ നമ്മൾ നോക്കും. നമുക്കറിയാം ഡയബറ്റിക് മെലിറ്റസിൽ സെയിം എക്സാമ്പിൾ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് എടുത്തിട്ടുണ്ട്. അവിടെ നോക്കുകയാണെങ്കിൽ ഓൾറെഡി അയാൾക്ക് നന്നായി ചെയ്യാൻ സാധിച്ചില്ല, ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടായി. ഇപ്പം നമ്മൾ പേഷ്യൻറ്റിന് മെഡിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്, ഇൻസുലിൻ ഉണ്ട്. അപ്പോൾ പേഷ്യൻ്റ് ഡയറ്റ് മാനേജ് ചെയ്യുന്നു, അഡിക്വേറ്റ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുന്നു, പ്രോപ്പർ ബ്ലഡ് എക്സാമിനേഷൻസ് നടത്തുന്നു, മെഡിക്കേഷൻസ് എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അതുവഴി എന്ത് ചെയ്യാൻ പറ്റും? ഡയബറ്റിക്സിൻ്റെ ഫർദർ കോംപ്ലിക്കേഷൻസ്, റെറ്റിനോപ്പതി ഇങ്ങനെ തുടങ്ങിയുള്ള കണ്ടീഷൻസ് ഒക്കെ ഒഴിവാക്കാൻ, ആ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഓൺസെറ്റ് അതിനെ പ്രൊലോങ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതിനെയാണ് നമ്മൾ ടെർഷറി പ്രിവെൻഷൻ എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓപ്ഷൻ ഡി ടെർഷറി പ്രിവെൻഷൻ എന്നുള്ളതാണ് ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം. ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. തീർച്ചയായും നിങ്ങൾക്ക് റെസ്പോൺസ് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് റെഫർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.